ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇത് എൻ്റെ ലാസ്റ്റ് ഡേ ആണ് ഇൻറ്റേൺഷിപ്പിൻ്റെ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് സ്വീറ്റ്സ് കൊടുത്തിട്ട് പോകാമെന്ന്. അങ്ങനെ മധുരം കൊടുക്കാനായി ഞാൻ ബസ് ഇറങ്ങിയിട്ട് ഒരു ബേക്കറിയിൽ ഇറങ്ങി കുറച്ച് സ്വീറ്റ്സ് വാങ്ങിച്ചിട്ട് നേരെ ഓഫീസിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് ഇൻറ്റേൺഷിപ്പാണ്. അത് ഞാൻ ചെയ്തത് നമ്മുടെ എക്സൈസ് റേഞ്ച് ഓഫീസ് കുന്നോളത്താട്ടം. അപ്പോൾ അതിൻ്റെ ഓഫീസ് വരുന്നത് ഇവിടെ ചൂണ്ടലാണ്. അങ്ങനെ ഞാൻ നേരെ ഓഫീസിലേക്ക് പോവുകയാണ്. അങ്ങനെ ഞാൻ മധുരമായിട്ട് വാങ്ങിച്ചത് ലഡുവാണ്. ലഡു, നമ്മുടെ ചോട്ടാ ഭീമിൻ്റെ ലഡു, അതെ ആ ലഡു തന്നെ. അങ്ങനെ ലഡുവൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ പോവുകയാണ്. ഇവിടെ ഏകദേശം ഒരു 25 സാറുമാരൊക്കെ ഉണ്ട്. ഏകദേശം എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉള്ളപ്പം ഇങ്ങനെ എല്ലാ സാറുമാരും ഒരുമിച്ച് എപ്പോഴും ഉണ്ടാവില്ല. അപ്പോൾ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് പുറത്ത് പോകില്ല. അതുകൊണ്ടാണ് അവർ ഏകദേശം എന്ന് പറഞ്ഞത്. പിന്നെ ഞങ്ങൾ 4 പേര് ഇൻറ്റേൺഷിപ്പിന് എന്നെയും കൂട്ടിയിട്ട് 4 പേരോട് ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ ഓഫീസിൽ ലഡുമായി എത്തി ഗൈസ്. അതിന് ശേഷം സൈൻ ചെയ്തു. സൈൻ ചെയ്യാനായിട്ട് ഞങ്ങൾ ഒരു ബുക്കിൽ ഇങ്ങനെ സൈൻ ചെയ്യും കേട്ടോ, അങ്ങനെ ഡേറ്റും അതുപോലെ വന്ന ആൾക്കാരും. അങ്ങനെ അതിന് ശേഷം ഫയലെടുത്തു. ഇതൊരു അബ്കാരി ആക്ടിൻ്റെ ഫയലാണ്. അപ്പോൾ ഇനി ഞാനിതുപോലെ എപ്പോഴാണ് ഇങ്ങനെ ഓഫീസിൽ വന്ന് ഇങ്ങനെ എക്സൈസ് ഓഫീസിൽ വന്ന് ഫയൽ നോക്കുന്നതെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ അതൊക്കെ ആലോചിച്ചിട്ടാണ് ഫയൽ നോക്കുന്നത്. അപ്പം അതൊരു അബ്കാരി ആക്ടിൻ്റെ ഫയലായിരുന്നു. ആൻഡ് ഇവിടെ എക്സൈസ് ഓഫീസിൽ മെയിനായിട്ട് ഡീൽ ചെയ്യുന്നത് 3 ഇതാണ്. ഒന്ന് അബ്കാരി ഉണ്ടാവും, പിന്നെ ഒന്ന് NDPS കേസസുകളും, പിന്നെ കോപ്പയിൽ ഏതോ 2 സെക്ഷൻസ് അത്രയുള്ളൂ കേട്ടോ. മെയിനായിട്ടും അബ്കാരി ആക്റ്റും അതുപോലെ NDPS ആണ് ഡീൽ ചെയ്യണത്. ഈ അബ്കാരി ആക്റ്റിൽ നമ്മുടെ ഈ കള്ള്, ചാരായം അങ്ങനത്തതും, പിന്നെ NDPS ഈ കഞ്ചാവ്, MDMA അങ്ങനത്തെ ഒക്കെ അല്ലേ, അതായത് നാർക്കോട്ടിക് ഡ്രഗ്സ്, അതൊക്കെയാണ് അതിൽ ഡീൽ ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് നേരം ഫയലൊക്കെ നോക്കി അതിനുശേഷം ഇങ്ങനെ സാറുമാർക്ക് ലഡുവൊക്കെ കൊണ്ടുപോയി കൊടുത്തു. അങ്ങനെ അവസാനം എൻ്റെ ഇൻറ്റേൺഷിപ്പിന് സർട്ടിഫിക്കറ്റ് കിട്ടി ഗൈസ്. ഇതാണ് എൻ്റെ ഫസ്റ്റ് സെമ്മിലെ സർട്ടിഫിക്കറ്റ്, ഇൻറ്റേൺഷിപ്പ് കംപ്ലീറ്റ് ആക്കിയതിൻ്റെ. അങ്ങനെ ഇത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് കയ്യിൽ കിട്ടിയപ്പം ഒരു എന്താ പറയുക, ഒരു കുഞ്ഞ് ഡ്രീമിങ് മൊമെൻറ്റ് എന്നൊക്കെ പറയില്ല, അതുപോലെ. വലിയ കാര്യമായിട്ടല്ല, പക്ഷേ എനിക്കത് ഭയങ്കര പേഴ്സണലി നല്ല എന്തോ ഒരു സന്തോഷം ഉണ്ടായി. കാരണം ഞാൻ ഇത്രയും ആഗ്രഹിച്ച് പഠിക്കുന്നൊരു സംഭവം അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഇൻറ്റേൺഷിപ്പ് ചെയ്യണം, എൻ്റെ സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ അതിനുശേഷം അവിടെ കുന്നംകുളം മുനിസിപ്പാലിറ്റിയിലേക്ക് പോയി. അവിടെയാണ് ഞാൻ സെക്കൻഡ് ഇൻറ്റേൺഷിപ്പ് ചെയ്യണത്. അങ്ങനെ അവിടെ ഫയലല്ല ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്തു. അതിനുശേഷം ഞാൻ നേരെ ഞാൻ വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ്. അപ്പം നെക്സ്റ്റ് ഇൻറ്റേൺഷിപ്പ് ഞാൻ മുനിസിപ്പാലിറ്റിയിലായിരിക്കും ചെയ്യണത്. അപ്പം അതിന് വീഡിയോ ആക്കിയിട്ട് വരാം. ഇപ്പോൾ ടാറ്റാ.